സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനത്തിൽ പോരിനുറച്ച് സർക്കാർ. ഡോക്ടർ കെ ശിവപ്രസാദിനെയും സിസ തോമസിനെയും നിയമിച്ച നടപടി തിരുത്താൻ ചാൻസലറോട് ആവശ്യപ്പെടും. ഉടൻ പുതിയ പാനൽ സമർപ്പിക്കാനും തീരുമാനമായി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇതിൽ സുപ്രീംകോടതിയുടെ ഉത്തരവിൽ സർക്കാർ പാനലിൽ നിന്ന് തന്നെ ആകണം താൽക്കാലിക വിസി നിയമനവും എന്നുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാനായത്. അപ്പോൾ ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണിപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകുന്നതെങ്കിൽ ചാൻസലറുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകുന്നു എന്നത് ചൂണ്ടിക്കാട്ടാനാണോ സർക്കാർ പോകുന്നത്? തീർച്ചയായും സുപ്രീം കോടതിയും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വിസിയെ നിയമിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് മറികടന്നുകൊണ്ടാണ് വീണ്ടും ഡിജിറ്റൽ സർവകലാശാലയിൽ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ശിവപ്രസാദിനെയും താൽക്കാലിക വിസിമാരായി നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർവകലാശാല നിയമം 12 പ്രകാരം ഇത് നിയമവിരുദ്ധമാണ് എന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നും രാജ്ഭവനെ അറിയിക്കും. അത് രാജ്ഭവനെ നിയമപരമായി തന്നെ അറിയിക്കും. സുപ്രീം കോടതി രാജ്ഭവൻ ഇതിൽ വഴങ്ങിയില്ല എങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടം തുടരും. സർക്കാർ ഈ രീതിയിൽ, അതായത് സുപ്രീം കോടതി നിർദ്ദേശം കൂടി അവഗണിച്ചുകൊണ്ട് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനത്തിലാണ് ഇപ്പോൾ സർക്കാർ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ഡോക്ടർ കെ ശിവപ്രസാദിനെയും സിസ തോമസിനെയും താൽക്കാലിക വിസിമാരായി നിയമിച്ച നടപടി അത് തിരുത്താൻ ചാൻസലറോട് ആവശ്യപ്പെടും. പുതിയ പാനൽ ഉടൻ തന്നെ സമർപ്പിക്കാൻ തീരുമാനമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ എതിർപ്പ് ഉന്നയിക്കും സർക്കാർ. കാരണം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണം താത്കാലിക വിസി നിയമനം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ തരത്തിലേക്കല്ല ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളതും. നിലവിൽ തുടരുന്ന സിസ തോമസും ശിവപ്രസാദും ഒക്കെ തുടരാനുള്ള തീരുമാനത്തിലേക്ക് ചാൻസലർ എത്തിച്ചേർന്നിരിക്കുന്നു. അത് തിരുത്തണമെന്നാവശ്യപ്പെടും സർക്കാർ എന്നുള്ളതാണ്. ഉമേഷ്, പറയൂ, ഇതിപ്പോൾ എങ്ങനെയാണ് സർക്കാരിന്റെ തുടർ നീക്കം? അത് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള നീക്കമുണ്ടോ? ആദ്യം അതിന് മുന്നോടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് ഇങ്ങനെയൊരു എതിർപ്പ് നേരിട്ട് തന്നെ ചാൻസലറെ അറിയിക്കാൻ പോകുന്നത് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ പറയാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേഗം തന്നെ സർക്കാർ ഒരു പാനൽ സമർപ്പിക്കും. ആ പാനലിൽ നിന്നാകണം നിയമനം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. താത്കാലിക വിസയുടെ കാര്യത്തിലും സർക്കാർ പാനൽ എന്നുള്ളത് ബാധകമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗവർണർ അതിന് വിരുദ്ധമായി, അല്ലെങ്കിൽ ചാൻസലർ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നത് സർക്കാർ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. സർക്കാർ പോരിന് ഉറച്ചാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.